പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്ക് അറുതി വരുത്താൻ ലോകമുറ്റുനോക്കുന്ന നിർണായക ചർച്ച പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ തുടക്കമായിരിക്കുന്നു. യുഎസിന്റെയും ഇറാന്റെയും ഉന്നത പ്രതിനിധികൾ മുഖാമുഖമിരിക്കുമ്പോൾ സമാധാനം പുലരുമോ അതോ യുദ്ധം കൂടുതൽ കടുക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചിയും നയിക്കുന്ന ഈ ചർച്ച പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ചർച്ചകൾക്ക് മുന്നോടിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ കൈവശം ഇനി തന്ത്രങ്ങളൊന്നുമില്ലെന്നും ചർച്ചകൾക്ക് അവർ നിർബന്ധിതമായിരിക്കുകയാണെന്നുമാണ് ട്രംപിന്റെ പക്ഷം. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിലേക്ക് എത്തിയതും ട്രംപിന്റെ കർശന മാർഗനിർദ്ദേശങ്ങളോടെയാണ് കേട്ടോ. അമേരിക്കയോട് കളി വേണ്ട എന്ന പരസ്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് വാൻസ് ചർച്ചാ മേശയിലേക്ക് നീങ്ങുന്നത്. അതേസമയം ഇറാൻ നല്ല രീതിയിൽ സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ സഹായഹസ്തം നീട്ടാമെന്നും US സംഘം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനിടയിലൂടെ ഇറാനും ഒട്ടും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല കേട്ടോ. ലബനാനിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാതെ US-മായി ചർച്ചയ്ക്കില്ലെന്ന കർക്കശ നിലപാടാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം ചർച്ചയ്ക്ക് മുന്നോടിയായി വിദേശ ബാങ്കുകളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന തങ്ങളുടെ കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ വിട്ടു നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും വെള്ളിയാഴ്ച മാത്രം ബൈറൂത്തിൽ 20 പേർ കൊല്ലപ്പെട്ടത് ചർച്ചകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഇസ്രായേലും US-നും വീണ്ടും ആയുധം ശേഖരിക്കാൻ സമയം നൽകുന്ന ഒരു താൽക്കാലിക വെടിനിർത്തലിനോട് സഹകരിക്കില്ലെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അബ്ബാസ് അറഗാച്ചി ഇസ്ലാമാബാദിൽ ചർച്ചയ്ക്കെത്തിയത് മെച്ചപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം കടുത്തതാണ്. ഭൂഗർഭ നിലവറകളിലെ 1000 പൗണ്ട് യുറേനിയം കൈമാറണം, ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി പൂർണ്ണമായും തുറന്നു നൽകണം, പ്രാദേശിക സഹായിത ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കണം എന്നിവയാണ് വൈറ്റ് ഹൗസിന്റെ പ്രധാനപ്പെട്ട നിബന്ധനകൾ. പശ്ചിമേഷ്യയിൽ നിന്നും US സൈന്യം പിൻവാങ്ങണമെന്ന ഇറാന്റെ ആവശ്യത്തോട് വാൻസ് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇന്നത്തെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ. പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് കേട്ടോ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലബനാൻ, ഇസ്രായേൽ പ്രതിനിധികൾ തമ്മിലുള്ള നേരിട്ടുള്ള നയതന്ത്ര നീക്കങ്ങളും ഇതിനിടയിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. സമാധാനത്തിന്റെ ഒരു വാതിൽ തുറക്കപ്പെടുമോ അതോ ട്രംപ് ഭീഷണിപ്പെടുത്തിയതുപോലെ കടുത്ത സൈനിക നീക്കങ്ങളിലേക്ക് അമേരിക്ക കടക്കുമോ എന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും.